ഹലോ, ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രീൻ ജ്യൂസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു ഗ്രാനി സ്മിത്ത് വെറൈറ്റിയിലുള്ള ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിന് വേറെ ആപ്പിൾസിനേക്കാളും ഷുഗർ കുറച്ച് കുറവാണ്. പിന്നെ ഒരു ക്യുക്കുംബറിൻ്റെ പകുതി. എനിക്കിവിടെ സാലഡ് കുക്കുംബർ പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്, ഇതിന് അരിയില്ല. അപ്പോൾ നമ്മുടെ റെഗുലർ സാലഡ് കുക്കുംബറാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 എണ്ണം എടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 ഓറഞ്ചസ്, ഒരു സെലറിയുടെ സ്റ്റോക്ക്, ഇത് 1-2 എടുക്കാം നമുക്ക്. പിന്നെ ക്യാബേജിൻ്റെ ഒരു 2 ലെയർ ലീവ്സ് എടുക്കാം. പിന്നെ ഒരു ഹാൻഡ്ഫുൾ ഓഫ് സ്പിനച്ച്, നമ്മുടെ പാലക്ക് പോലത്തെ ചീര. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ലെറ്റ്യൂസ് എടുക്കാം. കെയിൽ എന്ന് പറയുന്ന ഒരു വേറൊരു ലീഫി വെജിറ്റബിൾസ് ഉണ്ട്, അതെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് മുരിങ്ങയില യൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ തുടങ്ങുമ്പോൾ ശരിക്കും ഏകദേശം ഒരു 50-50 പോലെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്, ഫ്രൂട്ട്സ് ടു വെജിറ്റബിൾസ് റേഷ്യോ. ഇതിപ്പോൾ ഞാൻ ഏകദേശം 60-40 പോലാണ്. 60% വെജിറ്റബിൾസും ബാക്കി ഒരു 40% ആണ് ഫ്രൂട്ട്സ്. അപ്പോൾ ഇതിൽ നമുക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ക്യാരറ്റൊക്കെ നാച്ചുറലി സ്വീറ്റാണ്. അപ്പോൾ ക്യാരറ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വേണമെങ്കിൽ ആപ്പിൾ പകുതിയായിട്ട് കുറയ്ക്കാം. പിന്നെ ആപ്പിളിന് പകരം നമുക്ക് വേണമെങ്കിൽ സ്ട്രോബെറി യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാടങ്ങ് ഫ്രൂട്ട്സ് കൂടി പോകരുത്. അപ്പോൾ നമ്മുടെ ഒരു ഷുഗർ സ്പൈക്ക് ബ്ലഡിൽ കൂടും. എസ്പെഷ്യലി പോളിസിസ്റ്റിക് ഓവറിയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ അങ്ങനെ ഷുഗർ സ്പൈക്സ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഒരു വെയ്റ്റ് ലോസിനൊക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ വെജിറ്റബിൾസ് കൂട്ടി ഫ്രൂട്ട്സ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മുടെ റെഗുലർ മിക്സിയിലാണ് ജ്യൂസ് എടുക്കുന്നത്. അപ്പോൾ ജ്യൂസർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൺവീനിയൻറ്റ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ജ്യൂസ് എടുക്കാനും അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് എടുത്താൽ മതി. ആ ഒരു പെസ്റ്റിസൈഡ് എക്സ്പോഷർ കുറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സെലറി ആണെങ്കിലും നമ്മൾ സെലറി മാത്രം ജ്യൂസ് ചെയ്ത് കഴിച്ചാൽ തന്നെ ലിവറൊക്കെ ഡീടോക്സിഫൈ ആവുമെന്നാണ് പറയുന്നത്. എന്നും എംപ്റ്റി സ്റ്റൊമക്കിൽ ഇത് മാത്രം. ഞാനിത് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് രശ്മി പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഇഷ്ടം പോലെ കെയില് ലെറ്റ്യൂസ് ഒക്കെ ഇട്ടിട്ട് ഫ്രൂട്ട്സ് വളരെ കുറച്ചാണ് ഞാനിട്ടത്. അപ്പോൾ ഇത് ശരിക്കും ജ്യൂസ് ചെയ്ത് വന്നപ്പോൾ അതിന് ഒരു അത്രയും നല്ല ടേസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2 ഓറഞ്ചും ആപ്പിളും ഒക്കെ ആഡ് ചെയ്തത്. അപ്പോൾ ഓറഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്താലും മതി. അപ്പോൾ പക്ഷേ ടേസ്റ്റിനൊരു ചെറിയ വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്തണം. കുറേശ്ശെ എന്നിട്ട് ഫ്രൂട്ട്സ് കുറച്ചിട്ട് ഏകദേശം ഒരു 70% വെജിറ്റബിൾസും 30% ഫ്രൂട്ട്സും ആക്കിയിട്ട് കഴിക്കാം. ഇപ്പോൾ ആപ്പിളിന് പകരമാണെങ്കിൽ നമുക്ക് പേരയ്ക്ക എടുക്കാം. പക്ഷേ അത് കുറച്ചും കൂടി തിക്കായിരിക്കും ഒരു ജ്യൂസിന്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഗ്രേപ്സ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഗ്രേപ്സും എഗെയിൻ നമ്മൾ ശ്രദ്ധിക്കാനുള്ള, ഇതെല്ലാം ഒരുപാട് സ്വീറ്റായിട്ടുള്ള ഫ്രൂട്ട്സ് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്രേപ്സ് മാത്രമേ ഉള്ളെങ്കിൽ അതനുസരിച്ച് നമ്മൾ കൂടുതൽ ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർക്കുക. അതായത് മോർ കുക്കുംബർ ആൻഡ് സെലറി. ഇതിനകത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർക്കുന്നുണ്ട്. ഇഞ്ചിക്ക് ശരിക്കും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റാണ്. ഇഞ്ചി നമുക്കറിയാമല്ലോ, ദഹനത്തിനും എല്ലാം നല്ലതാണ്. PCOD തന്നെ ശരിക്കും ഒരു ഇൻഫ്ലമേഷൻ, ഓവറീസിൻ്റെ ഒരു ഇൻഫ്ലമേഷനാണ്. അപ്പോൾ അതിനുമൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം അത്ര ഫൈൻ അല്ലാത്ത ഒരു അരിപ്പയിൽ കൂടെ ഇത് അരിച്ചെടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ജ്യൂസർ ഇല്ലാത്തത് കൊണ്ട്. മറ്റേത് ആക്ച്വലി ഇതിൻ്റെ നമ്മൾ അരിക്കാതെ എടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ അരിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. ഇത് നല്ലൊരു ജ്യൂസാണ് കുടിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് വൈകിട്ടത്തെ ഒരു ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു 1-1.5 ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ മതി. ശരിക്കും ന്യൂട്രീഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഡീടോക്സിഫയിങ് ഇഫക്റ്റ് ഉള്ളതാണ്. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ബൈ ബൈ.